എല്ലാ കൂട്ടുകാർക്കും സൈഗസ് വിഷൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുന്നത് ഞങ്ങളുടെ ഹോം ടൂറാണ് കേട്ടോ. അപ്പം ഇത് ഞങ്ങളുടെ വാടക വീടാണ്. അപ്പോൾ ഇവിടെ വന്ന് ഏകദേശം 3 മാസം ആവാറായി. അപ്പം പല വീഡിയോയിലും പറഞ്ഞ് ഹോം ടൂർ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പം ഹോം ടൂറാണ് കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഇത് ചുള്ളുമാനൂർ നമ്മുടെ തൊളിക്കോടെന്ന് വരുന്ന തടമാണ് കേട്ടോ. ചുള്ളുമാൻ്റെ ഒന്നും നമ്മുടെ തൊളിക്കോടൊന്നും ഇവിടെ വന്ന് ടൈപ്പ് ചെയ്ത് വരാവുന്ന തടമാണ് നമ്മുടെ തടം. ഇതാ നോക്കി, ഇതാണ് നമ്മുടെ തടം. അപ്പോൾ ഈ തടത്തിൻ്റെ ഇതാ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട്, ഇത് കണ്ടല്ലോ. ഇവിടെ ആട്ടോ ഇടാനുള്ള സൗകര്യം നമ്മൾ ചെയ്തതാണ്. ആട്ടോയും ബൈക്കൊക്കെ ഇടാനുള്ള സൗകര്യം ചെയ്തതാണ്. പിന്നെ നമ്മുടെ വണ്ടി ഇടാനുള്ള സ്ഥലമാണിത്. അത് കഴിഞ്ഞതിന് ശേഷം കാണുന്നതായി ഇതാണ് നമ്മുടെ വീട് കേട്ടോ. നമ്മുടെ ഫ്രണ്ട് ഭാഗമാണേ. അപ്പോൾ ഇത് ഒരു തിട്ടപ്പുറത്താണ് നമ്മുടെ വീട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്താ തെങ്ങും അതിൽ കുരുമുളകൊക്കെ നട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മറയിൽ അവിടെ ഉണ്ട് കേട്ടോ. അതെ അതെ അതെ. ഫ്രണ്ട് നമുക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. ഓക്കെ, ഇതല്ലാതെ ഒരു അയലോകം വീട് അപ്പുറത്തുണ്ട്. പിന്നെ അതല്ലാതെ കാണുന്നതാ നമ്മുടെ തൊട്ട് ഇപ്പുറത്തും ഒരു വീടുണ്ട്. ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ അപ്പുറത്തുള്ള വീടൊക്കെ നമ്മളെ റിലേറ്റീവിൻ്റെ വീടാണ്. ഇപ്പം നമുക്ക് കയറി പോകാൻ വേണ്ടി ഞാൻ ശരിയാക്കിയ ഒരു വഴിയാണ് കേട്ടോ ഇത്. ഇതായി ഈ വാവച്ച് കയറി പോകുന്ന വഴി. ഇതിലാണ് നമ്മൾ കയറി പോവേണ്ടത്. അപ്പം നമ്മളിതാ ഇതിൽ ഇങ്ങനെ കയറി ഇങ്ങനെ പോകും കേട്ടോ. ഇങ്ങനെ കയറി പോയതിന് ശേഷം ഇതൊരു വീട്ടിൻ്റെ ഒരു സൈഡാണ്. ഇത് ബേക്കിലെ ഡോറാണ്, നമ്മൾ കിച്ചൺ ഡോറാണ്. അതെ, ഇതൊരു റൂമിൻ്റെ ഡോറാണ്. ഇത് നമ്മൾ തുറക്കാറില്ല. അതെ, അതിലാണ് കയറി പോകുന്നത്. നമ്മളെ വീട്ടിൻ്റെ ബേക്ക് ഭാഗം കാണിച്ചു തരാം. പുറത്തെ ബാത്റൂമുണ്ട്. അവിടെ ഒരു കിണറുണ്ട്. ടാങ്കൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ചെറിയ റബ്ബർ തോട്ടമാണ് കേട്ടോ. ഇത് ഇത്തിരി വനമായിട്ട് കിടക്കുകയാണ്. നമ്മൾ പിന്നെ എന്ത് ചെയ്യട്ടെ എന്നുള്ളതിൽ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. അതായത് വരതേരിയും കാര്യങ്ങളും തൊട്ടടുത്തൊക്കെ റബ്ബർ തോട്ടമാണ്. അതായത് കണ്ടല്ലോ, റബ്ബർ തോട്ടവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് മുൻവശത്തോട്ട് പോകാം കേട്ടോ. മുൻവശത്തോട്ട് പോകുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. മുൻവശത്തായിട്ട് മീനുട്ടി പറഞ്ഞൊരു പൈപ്പുണ്ട്. ഇതാണ് നമ്മുടെ മുറ്റം. അതെ, ഇതാണ് തിട്ട. നമ്മൾ ഈ തിട്ടയിൽ നിന്നാണ് തിട്ടയ്ക്ക് താഴെ നിന്നാണ് നമ്മൾ സംസാരിച്ചത് കേട്ടോ. അതാ വണ്ടിയുടെ സൗകര്യവും. അപ്പോൾ ഇത് വീട്ടിൻ്റെ ഫ്രണ്ടാണ്. എന്ന സമയത്ത് നമ്മൾ വെച്ചതാണ് കേട്ടോ യേശുവിൻ്റെ ഒരു പിക്ചർ. അതെ, നമ്മളപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മളെ ഡോറ് തുറന്ന് നമ്മൾ അകത്തോട്ട് കയറണം. ഇതാണ് നമ്മുടെ ഹാള് കേട്ടോ. പഴയ സാധനങ്ങൾ അതെ, നമ്മളെ പുളിമാത്തുണ്ടായിരുന്ന അതേ സാധനങ്ങൾ തന്നെയാണ്. സ്റ്റൂള്, മീനിന്റെ കസേര, വീട്ടിന് മാത്രമേ മാറ്റമുള്ളൂ. ഇത് നമ്മളെ TV സ്റ്റാൻഡായിരുന്നു. പിന്നെ നമ്മൾ അവിടെ തന്നെ പടം, നമ്മൾ അവിടെ തന്നെ വെച്ചിരുന്ന പടവും കാര്യങ്ങളും. പിന്നെ നമ്മളിതാ മൊബൈൽ സ്റ്റാൻഡ്, പിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്റ്റാൻഡ് പൊട്ടിയതുണ്ടായിരുന്നു. നമ്മൾ അതിൽ പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാണ്. അത് അവിടെ നമ്മൾ വെച്ചിരുന്ന ഒരു ഫോട്ടോയാണ്. നമ്മളെ ചേട്ടൻ്റെയും ചേട്ടത്തിൻ്റെയും ഫോട്ടോ. അതായത് ഇളയ മോനില്ല. ബൈബിൾ വയ്ക്കാനുള്ള സൗകര്യം അവിടെ ചെയ്തിട്ടുണ്ട്. അതെ, ഇത് നമ്മൾ അവിടെ പുളിമാത്ത് കിടന്ന ഫാനാണ് കേട്ടോ. അത് നമ്മൾ ഇവിടെ എടുത്തിട്ടതാണ്. കർട്ടനും അവിടുത്തെ കർട്ടൻ തന്നെയാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണം വെച്ചി? നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ബെഡ്റൂമാണ്. അലമാര ഞങ്ങൾക്ക് ഒരുപാട് കണ്ടുപരിചയമാണ് നമ്മളെ വീഡിയോസിലൊക്കെ. ഇത് കട്ടില് നമ്മളിത് പുറത്ത് അകത്ത് നമ്മൾ അടച്ചൊക്കെയാണത്. അതെ, ഡോറ്. നമ്മൾ അവിടെ വെള്ളം എടുക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബക്കറ്റാണ് പൊട്ടിയത്. നമ്മളിന്റെ കളഞ്ഞില്ല, അതങ്ങനെ വെച്ചിരിക്കുക ഓർമ്മയ്ക്കായിട്ട്. ഇവിടെ ഞാൻ എൻ്റെ ഷർട്ടൊക്കെ ഈ സൈഡിൽ അങ്ങ് ഇടുന്നുണ്ട്. പിന്നെ ഒരു അലമാരേ ഉള്ളൂ. അപ്പോൾ ഈ അലമാരയിലാണ് നമ്മൾ ബാക്കിയുള്ള തുണികളും കാര്യങ്ങളൊക്കെ. അതാ അവിടെ ഒരു ജനലുണ്ട്. അപ്പം ഇനി നമുക്ക് അടുത്ത ഫാൻ, ഇത് നമ്മൾ അവിടുത്തെ പഴയ ഫാൻ തന്നെയാണ് കേട്ടോ. അവിടെ നമ്മൾ കൊണ്ടിട്ടത് തന്നെയാണ്. അതെ, ഇനി അടുത്ത് നമ്മൾ പോകുന്നത് നമ്മുടെ മീനുക്കുട്ടി കൊടുത്ത റൂമാണ്. അവിടെ ഉള്ള എല്ലാ സാധനങ്ങളും നമ്മളിതാ ഒതുക്കി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മണ്ടയിലാണ് കേട്ടോ. അതാ എല്ലാ സാധനങ്ങളും. ഇതിനകത്ത് വേണ്ടാത്ത സാധനങ്ങൾ വേണമെന്നുള്ള സാധനങ്ങളും ഉണ്ട്. ഇതാ ഇതൊക്കെ മീനുട്ടിയുടെ ഐറ്റംസ് ആണ്. നമ്മളത് വയ്ക്കാനുള്ള സൗകര്യം ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഒരു അലമാരയുണ്ട്.
മീനുട്ടിയുടെ മേക്കപ്പ് സ്ഥലമാണ്. കണ്ടോ? പിന്നെ താഴെ ഉള്ളത് മീനുട്ടി പഠിക്കാനുള്ള സാധനങ്ങളാണ്. അതിന്റെ താഴെ കളിക്കാനുള്ള സാധനം. ഇതിന്റെ കളിക്കാനുള്ള സാധനങ്ങളും ഉണ്ട്. പിന്നെ മീനുട്ടിക്കായിട്ടുള്ള നമ്മുടെ അഡീഷണൽ ആയിട്ടുള്ള ബുക്സുകളും കാര്യങ്ങളൊക്കെ ഇതൊന്ന് നമുക്ക് നമ്മുടെ പള്ളിയിൽ നിന്ന് കൊടുത്ത ഗിഫ്റ്റ് ആണല്ലേ. ഈ കട്ടിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഈ കട്ടിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ജനലും ഉണ്ട്. ഒറ്റപ്പാളി ഒരു ജനലും. നമ്മളവിടെ വെള്ളം വെച്ചിരുന്ന ബക്കറ്റിൽ ഇതാ ഇവിടെ കണ്ടല്ലോ അടുക്കി വെച്ചിരിക്കുന്നത്. മേലും ഇവിടെയൊക്കെ ഇതാ ഇവിടെയും മേലായിരിക്കും. അതെ അതെ അതെ. ഇതവളെ കൊച്ചച്ചൻ കൊടുത്തതാ. ഇത് മീനുട്ടി വരച്ച പടമാണ് വീട്ടില്. ഞാൻ പറഞ്ഞു പിന്നീട് ഞാൻ പെയിന്റ് ചെയ്ത് കൊടുത്തോളാന്ന് പറഞ്ഞു വീട്ടില്. ഇനി നമ്മളിതാ ഇങ്ങനെ തിരിയുമ്പോഴത്തേക്ക് കാണുന്നതാണ് ബാത്റൂം. നമ്മളെ അടുക്കളയിലോട്ടും ബാത്റൂമിലോട്ടൊക്കെ പോകാൻ പറ്റിയൊരു ഡോറ്. ഒരു കൊച്ചു ഡോറാണ് കേട്ടോ. ഇത് കൊച്ചു റൂമാണ്. ഡോർ അടയ്ക്കണം, ഇതും അടയ്ക്കണം, അപ്പോഴാണ് ഈ റൂം കറക്റ്റ് ആവുന്നത്. അതെ അതെ അതെ. പോട്ടെ. നേരെ ഇറങ്ങുന്നത് മെയിൻ ഏരിയ ആയിട്ടുള്ള കിച്ചണിലോട്ട്. കിച്ചൺ എന്ന് പറയുമ്പോൾ ഇത് സാധാ കിച്ചണാണ്. ചോറ് കഴിക്കുന്നത്. ഇവിടെ ചെറിയൊരു ബേസ് ഉണ്ട്. ബാത്റൂം കാണിക്കണ്ട. ഇത് സാധാ സാധാരണ പഴയ വീടാണ് കേട്ടോ. പഴയ വീടാണ്. ഇതവര് ഷീറ്റിട്ടാണ് ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ, വീടാണ് കേട്ടോ. ഷീറ്റിട്ട വീടാണ്. അപ്പൊ ഇതൊക്കെ ഈ ഇടയ്ക്ക് ചെയ്ത അവര് വൃത്തിയാക്കിയതാണ് കേട്ടോ. ഇതിന്റെ അടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ബാത്റൂമും വരുന്നത് കേട്ടോ. ബാത്റൂമിന്റെ ഡോർ ഇതാണ്. ഇതിൽ നമ്മളകത്ത് കയറിയാൽ ഇത് നമ്മളെ ബാത്റൂം അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണത്. ഇത് നമ്മളവിടെ വീട്ടിലുണ്ടായിരുന്ന അതേ ഡൈനിങ് ടേബിൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന്. അതെ, ഗ്യാസ് വെച്ചിരുന്ന സ്റ്റാൻഡാണ്. നമ്മൾ അതിനെ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ആക്കിയതാണ്. പിന്നെ ഇത് പാത്രം വെച്ചിരിക്കുന്ന പറയുമ്പോഴത്തേക്ക് അമ്മേരെ അവിടെ നിന്ന് തന്ന സ്റ്റാൻഡാണല്ലേ. നമ്മളതാ ഇവിടെ ഇരിക്കുന്നതാ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വിറവും കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങ് വെക്കുകയാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന അടുത്ത ഡോറ്. ഈ ഡോറ് നേരെ നമ്മൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ, അതെ, ഇങ്ങനെ പോകുമ്പോൾ കാണുന്നത് നമ്മുടെ മെയിൻ അടുക്കളയാണ്, ഗ്യാസ് അടുക്കള. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹാളിലോട്ട് ഇങ്ങനെ പോയാൽ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വരാം കേട്ടോ. അതെ, ഹാളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടും വരാം, ബെഡ്റൂമിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഏതാണ് ഗ്യാസ് അടുക്കള. പിന്നെ ഇവിടെ നമ്മുടെ കുറച്ച് സാധനങ്ങൾ എല്ലാം ഇവിടെ ഇങ്ങനെ എല്ലാം ഒരു വ്യത്യാസമില്ല. അത് അച്ചാമ്മ എന്നതാണ്. ഇത് നമ്മളെ പഴയതാണ്. ഇത് നമ്മുടെ സിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ വെളിയിൽ വെച്ച് കണ്ട ഡോറാണ്. അപ്പൊ ഡോറ് നമ്മളിതാ ഇങ്ങനെ പുറത്തിറങ്ങിയാൽ കാണുന്നതാണ്. അതെ, അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടത്തെ ഹോം ടൂർ അങ്ങ് ഇവിടെ എല്ലാ ഡോറും ചേട്ടന് കുനിഞ്ഞേ കയറാൻ പറ്റുള്ളൂ. ഇവിടത്തെ എല്ലാ ഡോറും എനിക്ക് കുനിഞ്ഞേ കയറാൻ പറ്റുള്ളൂ എന്ന് ഭാവിച്ച് പറഞ്ഞില്ല. സത്യമാണ്. ഇത് ഞാൻ താഴെയാണ് നിൽക്കുന്നത്, കണ്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ വീട്, ഹോം ടൂർ. നമ്മുടെ കുഞ്ഞു വാടക വീട്. അതെ, കുഞ്ഞു വാടക വീട്. കുറേ വീഡിയോയിൽ പറഞ്ഞെടുത്ത് കാണിക്കാൻ ഭയങ്കരമായിട്ടൊന്നും കാണിക്കാനില്ല. ഒരു ഹാള്, 2 റൂം, 2 അടുക്കള, ഒരു ബാത്റൂം. പിന്നെ ഒരു റൂം അഡീഷണൽ ഇവിടെ ഉണ്ട് കേട്ടോ. അതെ, പാറപ്പൊടി അങ്ങനെ അവരുടെ സാധനങ്ങൾ വാരിയിട്ടേക്കുന്നത്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ അടുത്ത വീഡിയോ കാണാൻ പറ്റും.